വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ കടുവയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചു വനംവകുപ്പ്. ഇന്നു പുലർച്ചെ അമരക്കുനിയിൽ കെട്ടിയിട്ട ആടിനെ ആക്രമിച്ചു കൊന്നതോടെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് കടുവയുടെ സാന്നിധ്യം വീണ്ടും ഉറപ്പിച്ചത്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വാതിലും തുറന്നിറങ്ങിയാൽ കടുവ ആടിനെ പിടിച്ചില്ല കൊണ്ടുപോവുക. കാരണം പിന്നെ ചേട്ടൻ എൻ്റെ ആടേന്നും പറഞ്ഞ് പുറകെ ഓടിച്ചെന്ന് ഞാൻ ചേട്ടനെ ഇട്ടില്ല, ഞാൻ ചേട്ടനെ കയ്യെ പിടിച്ചിങ്ങനെ വലിച്ച്. പിന്നെ ഞങ്ങൾ എല്ലാവരോടും വിളിച്ച് വന്ന് പാസ്റ്റർമാർ പറഞ്ഞ് അവരോടി വന്ന് അന്നേരം തന്നെ അവരിവിടെ വന്ന് 2 വണ്ടി വന്ന് പിന്നെ അവരിരുന്ന് ഇവിടുത്തെ കുറേ തീയൊക്കെ ഇട്ട് ഒരു കുറേ നേരം ഇവിടെ കാവലിരുന്ന് ഞങ്ങളോട് പുറത്തിറങ്ങുന്നതെന്ന് വെച്ചാൽ അവർ പോയി. അമരക്കുനിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി ദേവർഗദ്ദയിലാണ് ഇന്ന് പുലർച്ചെ 12:30 നെടിയങ്ങാടിയിൽ കേശവന്റെ ആടിനെ കടുവ ആക്രമിച്ചത്. വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. ഇക്കഴിഞ്ഞ 9-ാം തീയതിയാണ് വനം വകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ ഒടുവിൽ പതിഞ്ഞത്. അതിനുശേഷം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിരുന്നില്ല. ഇത് വനം വകുപ്പിനെയും ജനങ്ങളെയും ആശങ്കയിലാക്കിയിരുന്നു. കടുവ ഇരതേടി വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ പറഞ്ഞു. അതായത് കടുവ സൈഡിൽ കൂടെയാണ് വന്നത്. സൈഡിൽ കൂടെ വന്നപ്പോൾ ആ ട്രിപ്പ് വയറിൽ തട്ടി കൂടടഞ്ഞു പോയി. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് ശുഭസൂചന കൂടിയാണ്. കാരണം ഈ പറയുന്ന കടുവ കഴിഞ്ഞ 3 ദിവസമായിട്ട് 9-ാം തീയതിക്ക് ശേഷം തീറ്റ എടുത്തിട്ടില്ല. ഇന്നലെ രാത്രി കൊന്നിട്ട ഇരയെ വീണ്ടും തേടി വരാൻ സാധ്യതയുണ്ട്. ആ ഇരയെ തന്നെയാണ് നമ്മൾ കൂട്ടിൽ വെച്ചിരിക്കുന്നത്. നാണ്യവിളകൾ കൂടുതലായി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അമരക്കുനി. കാപ്പി, കുരുമുളക് വിളവെടുപ്പ് സീസൺ ആയതുകൊണ്ട് കർഷകർ ആശങ്കയിലാണ്. കൃഷിയിടത്ത് ഇറങ്ങാനാകാതെ പ്രദേശത്തെ ക്ഷീരകർഷകരുടെയും ഉപജീവനം മുടങ്ങിയ സ്ഥിതിയിലാണ്. കടുവ കെണിയിൽ പെട്ടിട്ടില്ലെങ്കിൽ കാത്തിരിക്കാതെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനം വകുപ്പ് തയ്യാറാകണമെന്ന് ജനകീയ സമിതി ഭാരവാഹി കെ അജിത് ആവശ്യപ്പെട്ടു. അടിയന്തരമായി കടുവയെ പിടികൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പം ഇന്ന് കേജിംഗ് നടന്നിട്ടില്ല എങ്കിൽ മയക്കുവെടി ഉൾപ്പെടെ വെച്ച് പിടികൂടാനുള്ള കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് ജനങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനു ശേഷം ഇത് 3-ാം തവണയാണ് കടുവ ആടിനെ ആക്രമിക്കുന്നത്. മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സഖറിയ ഇപ്പോഴും അമരക്കുനിയിൽ തുടരുകയാണ്. ആവശ്യമെങ്കിൽ വനംവകുപ്പ് കുങ്കിയാനകളെ ഉപയോഗിച്ച് വീണ്ടും കുങ്കി പെട്രോളിംഗ് നടത്താനും വനംവകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.